എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥ എന്ന വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ പൊതു അധികാരികളെ അവരുടെ അതിർത്തിക്കുള്ളിൽ ഉടനടി നടപടികൾ കൈക്കൊള്ളാൻ ഇടയാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. ഭരണ സംവിധാനം തകർത്താണ് മിക്ക അടിയന്തരാവസ്ഥകളും കൊണ്ടുവരുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഫെഡറൽ സെറ്റപ്പിനെ സവിശേഷമായി കാണുന്നു. കാരണം ഭരണപരമായ ഉപകരണം പരാജയപ്പെടുമ്പോൾ ഏകീകൃതമാക്കാനുള്ള അതിൻ്റെ കഴിവാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള മനുഷ്യ പൗരാവകാശങ്ങൾ അടിയന്തരാവസ്ഥയിൽ സംസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രത്തിൽ നിന്നോ നീക്കം ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലെ അടിയന്തര വ്യവസ്ഥകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിവരിച്ചിരിക്കുന്ന പ്രത്യേക നടപടികളെ പരാമർശിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് പ്രദേശത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള നിയമനിർമ്മാണ ക്രമീകരണങ്ങൾക്ക് പിന്നിലെ പ്രധാന ആശയം. ഏത് അടിയന്തരാവസ്ഥയും ഉടനടി ഇടപെടലും ആസന്നമായ മുന്നറിയിപ്പും ആവശ്യപ്പെടുന്നു. കാരണം ഇത്തരമൊരു അവസ്ഥ പ്രദേശത്തിനുള്ളിലെ ആളുകൾക്കും സ്വാതന്ത്ര്യത്തിനും ഒരുപോലെ ഭീഷണിയാണ്. ആർട്ടിക്കിൾ 356 കൊണ്ടുവന്നത് അത്യാഹിതങ്ങളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും നിയമനിർമ്മാണ പ്രക്രിയകളെ സംരക്ഷിക്കുന്നതിനുമാണ്. കോൺസ്റ്റിറ്റ്യൂഷനെയും ഡെമോക്രസി എന്ന സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിനും രാജ്യത്തിൻ്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനുമായാണ് അടിയന്തര വ്യവസ്ഥകൾ സംയോജിപ്പിച്ചിരിക്കുന്നത്. വിദേശ നാണയ ശേഖരം, ശാഖകൾ എന്നിവയെല്ലാം ഗണ്യമായി ഇടിഞ്ഞുകൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കുറയ്ക്കുന്നതിനായി ഡോക്ടർ BR അംബേദ്കർ പിന്നീട് ആർട്ടിക്കിൾ 360 പട്ടികയിൽ ചേർത്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അടിയന്തരാവസ്ഥയെ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി എന്നിവയായി വേർതിരിക്കാം. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയെ നിർവചിക്കുന്നു. ഈ ആർട്ടിക്കിൾ അനുസരിച്ച് പ്രദേശ ആക്രമണത്തിൻ്റെയോ ബാഹ്യ നുഴഞ്ഞുകയറ്റത്തിൻ്റെയോ ആഭ്യന്തര കലാപത്തിൻ്റെയോ അവസ്ഥയിലായിരിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും 1 മാസത്തിനുള്ളിൽ തന്നെ അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് തുടരും. ഓരോ 6 മാസത്തിലും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ അടിയന്തരാവസ്ഥയുടെ കാലാവധി നീട്ടാൻ സാധിക്കും. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കാം. ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഉടനടി സസ്പെൻഡ് ചെയ്യപ്പെടും. 1962 1968 ഇടയിൽ ചൈനയുമായുള്ള യുദ്ധത്തിനിടെയാണ് രാജ്യത്തെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഏറ്റവും വിവാദപരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. 1975 ജൂൺ 25 അത്. ഏകദേശം 2 വർഷത്തിന് ശേഷം 1977 മാർച്ച് 21 ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണം എന്നാൽ സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ യന്ത്രങ്ങളുടെ പരാജയം മൂലം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ ഗവർണറുടെ സംക്ഷിപ്ത രേഖകൾ ലഭിച്ചാലോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തരം താഴ്ത്തുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രപതിയുടെ നിരീക്ഷണം വഴി രാഷ്ട്രപതിക്ക് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്ന് ആർട്ടിക്കിൾ 356 സൂചിപ്പിക്കുന്നു. രാഷ്ട്രപതി ഭരണത്തിൻ്റെ 35 സംഭവങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് കീഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയുടെയും വിശ്വാസ്യതയുടെയും ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ നേരിട്ടാൽ രാഷ്ട്രപതിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാകും. ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 അടിയന്തരാവസ്ഥയുടെ മുഴുവൻ സമയത്തും അനുബന്ധ പ്രഖ്യാപനം തടഞ്ഞുവെക്കും. ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര സർക്കാർ സർവശക്തരാവുകയും സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആവുകയും ചെയ്യും. ഭരണഘടനയുടെ ഔപചാരികമായ ഭേദഗതി കൂടാതെ അത് ഫെഡറൽ സെറ്റപ്പിനെ ഏകീകൃതമായി ഒന്നാക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള പരിവർത്തനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ അടിയന്തര വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ വ്യവസ്ഥകൾ പ്രത്യേകിച്ചും ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തുന്നതിനുള്ള ഒരു നിർണായക സംവിധാനമായി കാണുന്നു.
ദേശീയ അടിയന്തരാവസ്ഥ സ്റ്റേറ്റ് ലിസ്റ്റിലെ 66 വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകിക്കൊണ്ട് അർദ്ധ ഫെഡറൽ ഭരണ സംവിധാനത്തെ ഏകീകൃതമായ ഒന്നാക്കി മാറ്റുന്നു. കൂടാതെ എല്ലാ സംസ്ഥാന മണി ബില്ലുകളും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തിനായി റെഫർ ചെയ്യുന്നു. ലോക്സഭയുടെ കാലാവധി തുടർച്ചയായി 1 വർഷം വരെ നീട്ടാൻ സാധിക്കും. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കോ അതോ സാമ്പത്തിക സുസ്ഥിരതയ്ക്കോ ഭീഷണിയാകുന്ന ഏതെങ്കിലും സാഹചര്യം കണ്ടെത്തിയാൽ രാജ്യത്തെ നയിക്കാൻ രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരമാണ് അടിയന്തര വ്യവസ്ഥകൾ. 1975-77 അടിയന്തരാവസ്ഥ കാലഘട്ടം ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനിയന്ത്രിതമായ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്